മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിന്റെ സമുന്നതനായ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് 4 തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം പാർട്ടി നൽകിയത്. അതിൽ 2 പ്രാവശ്യം അദ്ദേഹം വിജയിക്കുകയും 2 പ്രാവശ്യം തോൽക്കുകയും ചെയ്തു. വിജയിച്ച 2 പ്രാവശ്യവും തൻ്റെ കർത്തവ്യം പൂർണ്ണമായും നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് ഇല്ല എന്ന് കാണുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറയുകയും പാർട്ടിക്കെതിരെ സംസാരിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. കേരളം മുഴുവൻ സാദിഖലി ശിഹാബ് തങ്ങളുടെ ഇന്നലത്തെ പ്രഖ്യാപനം കേട്ട് അഭിനന്ദിക്കുകയാണ്. യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്ന നേതാക്കന്മാർക്കും ഒരുപോലെ അവസരം കൊടുത്ത പാർട്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ട് രണ്ടത്താണി ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളെ കാണാം, ഒരുപാട് ആളെ കാണാം. ആ ആളെ കണ്ട് ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും രണ്ടത്താണി പരാജയപ്പെടുകയും പിന്നീട് ആളും ബഹളവും ഒന്നുമില്ലാത്ത വെറും രണ്ടത്താണിയായി മാറുക തന്നെ ചെയ്യും. കാരണം മുസ്ലിം ലീഗിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ മുസ്ലിം ലീഗിൻ്റെ അണികൾ ജയ് വിളിക്കാൻ ഉണ്ടാകുമെന്ന് ഏതൊരു നേതാവും ചിന്തിച്ചാൽ നല്ലത്.